ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 2 ചേരുവ മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബൺ ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മുടെ സാധാ ദോശ പോലെയല്ല, കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. നമുക്ക് എന്താ ഒരു ബണ്ണൊക്കെ പോലെ നല്ല തിക്കായിട്ടിരിക്കും. അത് മാത്രമല്ല, നമുക്കിത് ഏത് കറിയുടെ കൂടെ വേണേലും കഴിക്കാം. ചട്നിയുടെ കൂടെയോ നോൺ വെജിൻ്റെ കൂടെ ഒക്കത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. വീട്ടിൽ എപ്പോഴുള്ള 2 സാധനങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ 1/2 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. റവയും തൈരും ഒരേ കപ്പിൽ തന്നെ അളന്നെടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചായിട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ റവയുടെ ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്. എല്ലാം അടിപൊളി റെസിപ്പീസ് ആണ് കേട്ടോ റവ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഒത്തിരി പേര് മുമ്പത്തൊക്കെ ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതും വേഗം തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് സാധാരണ നമ്മുടെ ദോശ ബാറ്റർ പോലെ ഭയങ്കര ലൂസായിട്ടല്ല നമുക്ക് വേണ്ടത്, കുറച്ചൊന്ന് കട്ടിയിൽ ഇരുന്നോട്ടെ, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി. നമുക്ക് ഒഴിക്കുമ്പോൾ അങ്ങ് കറക്റ്റായിട്ട് അങ്ങ് വീഴാൻ പാടില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, അപ്പക്കാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിത് എടുത്ത് വെക്കുകയൊന്നും വേണ്ട, നേരെ നമ്മൾ അങ്ങ് ചുടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ദോശ കരിയൊക്കെ കുതിർക്കാനൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വേഗം ഇനി ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചുടുമ്പോൾ കുറച്ച് കുഴിയുള്ള പാനിലാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പാനിൽ ചുടാം, പക്ഷെ ഇങ്ങനെ ചുടുമ്പോൾ കുറച്ചും കൂടി ആ ഒരു പെർഫെക്റ്റ് ആ ഒരു ടേസ്റ്റും ആ ടെക്സ്ചറും ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1.5 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ പിന്നെ നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കാരണം അതിൻ്റെ നടുഭാഗം വേവാനുള്ളതാണ്. അപ്പോൾ നടുഭാഗം ഒന്ന് സെറ്റ് ആയി എന്ന് തോന്നുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നടുഭാഗം സെറ്റ് ആവുന്നതിന് മുമ്പ് മറിച്ചിടരുത്. അപ്പം നമുക്ക് ചിലപ്പോൾ ഈസി ആയിട്ട് മറിച്ചിടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞിരിക്കും, നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചത് കൊണ്ട് പുറം ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 1.5 തവി മാവൊക്കെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇരുമ്പിൻ്റെ ചട്ടി തന്നെ വേണമെന്നില്ല, നോൺ സ്റ്റിക്ക് ആയാലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൺ ദോശ ഇവിടെ റെഡിയായി. ഞാനിതൊരു തക്കാളി ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും സേവ് ചെയ്യാം. നോൺ വെജ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ചമ്മന്തി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആരും ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യാം. ഇനി എപ്പോഴാണോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ സമയം കിട്ടുന്നത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോയത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.